ഹായ് ഗായ്സ്, അഞ്ജോസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദമാം ഹെറിറ്റേജ് വില്ലേജിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മമ്മിഫൈഡ് ആനിമൽസിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ഫ്ലെമിംഗോസും ഒരുപാട് തരം ബേർഡുകളും ഉണ്ട്. ഡെഡ് ആനിമൽസിൻ്റെ ഓർഗൻസ് ഒക്കെ എടുത്തു മാറ്റി മരുന്ന് സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് മമ്മിഫൈഡ് ആനിമൽസ് എന്ന് പറയുന്നത്. ജിസാൻ, നസീർ, മക്ക, മദീന എന്നീ പ്രദേശങ്ങളുടെ മിനിയേച്ചർ മോഡൽസ് ആണ് ഈ കാണുന്നത്. ഈ ഏരിയയിൽ ഗോഡ്സും ഡീറും ഹെന്നും പിന്നെ കുറേ വേറെ ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇനി ഒരു ആൻറ്റി കളക്ഷൻ്റെ ഏരിയയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന പഴയകാല ടോയ്സ് ആണ്. കാർസിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയും നമുക്ക് കുറച്ച് ടൈപ്പ് റൈറ്റർ ഒക്കെ കാണാം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള മാച്ച് ബോക്സിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പഴയകാല ചെരുപ്പുകളും സാൻഡൽസ് ഒക്കെയാണ്. ഈ ചെരുപ്പ് കണ്ടോ ഗൈസ്? ഇത് കണ്ടോ ഗായ്സ്, പഴയ കാലത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കളക്ഷൻ. ഇപ്പോഴത്തെ 7-Upഉം പെപ്സിയുടെ ഒക്കെ ബോട്ടിലിൽ നിന്ന് എത്ര മാറ്റം ഉണ്ടെന്ന് നോക്കി പഴയകാല ബോട്ടിലുകൾ. ഇത് ഓൾഡൻ ടൈംസിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്വിമ്മിംഗ് മെഷീനാണ്. ഈ കാണുന്ന കോമ്പിൻ്റെ ഒരു അടിപൊളി കളക്ഷനാണ്. ഇവിടെ ബോട്ടിൽ ആർട്ട് ചെയ്ത കുറച്ച് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്യൂട്ട് കേസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മോട്ടാർസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഓൾഡ് TV ഇരിക്കുന്നുണ്ട് ഗായ്സ്. ഈ കാണുന്ന ലോക്കിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ്.
ഒരു കൊക്കക്കോളയുടെ ക്യാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓൾഡാണെന്ന് എനിക്ക് തോന്നുന്നു. പോക്കറ്റ് വാച്ചിൻ്റെയും വാച്ചുകളുടെയൊക്കെ കളക്ഷൻ ഇവിടെയുണ്ട്. പിന്നെ കാണുന്നതൊക്കെ വിൻറ്റേജ് ക്ലോക്സ് ആണ്. ഇത് ബൈനോക്കുലർസിൻ്റെയും സ്പെക്ടക്കിൾസിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. കട്ടികളുടെയും ത്രാസിൻ്റെയൊക്കെ ഒരു കളക്ഷനും ഇവിടെ ഉണ്ട്. വെയിങ് സ്കെയിലിൻ്റെ എവല്യൂഷൻ കണ്ടോ ഗൈസ്? ഇത് അയൺ ബോക്സിൻ്റെ ഒരു കിടിലം കളക്ഷനാണ്. പിന്നെ ഇവിടെ കുറേ സ്യൂട്ട് കേസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടെലിഫോണാണ് ഗൈസ്. ഈ കാണുന്ന ഒരു റേഡിയോ കളക്ഷനാണ്. ടെലിവിഷൻസിൻ്റെയും ക്യാമറകളുടെയൊക്കെ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ലാൻറ്റേൺസ് ആണ്. പഴയ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് ആണ് ഈ കാണുന്നത്. ഈ മിഡിലിരിക്കുന്ന ഒരു ആർമറാണ്. പലതരത്തിലുള്ള വാളുകളും ഷീൽഡുകളും അയൺ ഹെൽമെറ്റുകളും ഒക്കെയാണ് ഈ ഷെൽഫിലുള്ളത്. ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗണ്ണിൻ്റെ കളക്ഷനിലേക്കാണ്. ഈ കാണുന്ന ഷോട്ട് ഗണ്ണും റൈഫലും പിസ്റ്റളും റിവോൾവറൊക്കെയാണ്. മുകളിലെ റോയിലിരിക്കുന്ന സിംഗിൾ ബാരൽ ഷോട്ട് ഗണ്ണാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി വിൻറ്റേജ് കാർ കളക്ഷൻ്റെ ഏരിയയിലേക്കാണ്. ഈ കാണുന്ന 1956 ബോയ്ക്ക് റോഡ് മാസ്റ്റർ ആണ്. ഈ കാണുന്നത് നിസാൻ സെഡ്രിക് 1977 ആണ്. ഈ കാണുന്ന 1973 മെഴ്സിഡീസ് ബെൻസ് 450 SL ആണ്.
1947 ഫോർഡ് V8 സദാനാണ്. ഈ കാണുന്ന 1964 ഷവർലെറ്റ് ബിസ്കെയിൻ ആണ്. ഈ കാറുകളുടെയൊക്കെ നടുക്ക് പണ്ടത്തെ കുട്ടികളുടെ സൈക്കിളുകളും സ്കൂട്ടറുകളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കാറ് നമ്മൾ ആദ്യം കണ്ട കാറ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതല്ല. ഈ കാണുന്ന 1965 ഫെയർലൈൻ 500 XL ആണ്. ഈ കാണുന്ന 1970s കാഡിലാക് ഫ്ലീറ്റ്വുഡ് ഡെവിൽ ആണ്. ഈ കാണുന്ന 1977 ഷവർലെറ്റ് കാപ്രൈസ് ആണ്. ഈ കാണുന്ന 1977 വോൾക്സ്വാഗൻ ബീറ്റിൽ ബഗ് ആണ്. പിന്നെ ഈ കാണുന്ന ടിവിയും കുറച്ച് സ്യൂട്ട് കേസുകളൊക്കെയാണ്. വിൻറ്റേജ് ഫാനും റേഡിയോ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ. ഇവിടെ അടുത്തൊരു ലാൻറ്റേൺ കാണാം. ഇനി അങ്ങോട്ട് വില്ലേജ് മാർക്കറ്റാണ്. കയറാനൊന്നും അലൗഡ് ഇല്ല. പുറത്ത് നിന്ന് കാണാം, വീഡിയോ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് പോവാം. പിന്നെ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. ചെരുപ്പ് കടയൊക്കെയാണുള്ളത്. ഈ കാണുന്ന മമ്മിഫൈഡ് ആനിമൽസ് ആണ്. ഈ ഡോറിൻ്റെ ആർട്ട് വർക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി ഗായ്സ്. ഞാൻ വിചാരിച്ച് ഒറിജിനൽ ആരോ നിന്ന് നോക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഹെറിറ്റേജ് വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾ ജുബൈലിലോ ദമാമിലോ താമസിക്കുന്നതെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. തീർച്ചയായും ഒന്ന് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.